അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു മൂവി. നമ്മൾ ജോജിയോന്റെ തന്നെ മൂവി ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് അത് ഓപ്പോസിറ്റ് എൻകൗണ്ടേഴ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. ലാസ്റ്റ് എന്റർടൈനിങ് ആയിരുന്നു മൂവി. നമ്മുടെ എക്സ്പെക്ടഡ് ജിത്തു ജോസഫ് പടം തന്നെയായിരുന്നു. സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല, എല്ലാം വീഡിയോഗ്രാഫി സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. പിന്നെ അതിനകത്ത് യൂസ് ചെയ്ത AI ഉണ്ടല്ലോ, അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അത് കാരണം കുറച്ചും കൂടി മൂവിയിൽ എനിക്ക് തോന്നുന്നു വന്നു. അതുകൊണ്ട് നല്ലായിരുന്നു, ഫുൾ എൻഗേജിങ്, ലാഗില്ല, ഒട്ടും ലാഗില്ല, നല്ല മൂവിയായിരുന്നു. ഫേസ് ടു ഫേസ് ഒരുപാടുള്ള അത് നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ ഇഷ്ടം ആരോടോ അവരോട് നമുക്ക് ഒരു സങ്കടം തോന്നിപ്പോ, അങ്ങനെ ബട്ട് നല്ലതായിരുന്നു. ഷാജി കൈലാസ് പടം എങ്ങനെ ചെയ്യും അതേമാതിരി അടിപൊളിയായിട്ട് ത്രില്ലിംഗ് മൂവി ആയിട്ടുണ്ട്. കഥ നമുക്ക് പ്രേക്ഷകർക്ക് നിരീക്ഷിക്കാൻ പറ്റത്തില്ല, എങ്ങനെ ഇത് കഥ പോകുമെന്ന് നിരീക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ നല്ല അടിപൊളി ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ അടിപൊളി നല്ല ത്രില്ലിംഗ്. എനിക്ക് ജോർജിന്റെ പെർഫോമൻസിന് ഏറ്റവും ഇഷ്ടമായത്. എല്ലാവരും കാണണം, എല്ലാത്തരം ഓഡിയൻസിന് പറ്റിയ പടമാണ്. ഒരു പടമായിട്ട് സാമ്യമൊന്നുമില്ല, ഇത് വെറൈറ്റി കഥയാണ്. ഒരു ക്രൈം ത്രില്ലർ ക്രൈം ത്രില്ലറാണ്. ഈ പേര് മൂവിയുടെ അത് ശരിയായ കള്ളൻ എന്നായിരിക്കും, എനിക്കറിയില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലീസിനൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റിയ ഒരു പടം. എന്റെ അനിയത്തിന്റെ 3ാമത്തെ പടമാണ്. ശരി, നല്ല മൂവിയായിരുന്നു, നല്ല ത്രില്ലറായിരുന്നു. ജീത്തു ജോസഫിന്റെ പണ്ടത്തെ തൊട്ട് കണ്ടെക്കണം പോലത്തെ ആ ഒരു ഇതായിരുന്നു, ഫാമിലിയും ഇമോഷനും അങ്ങനെയൊക്കെ. ജോജു ബിജു മേനോനും നല്ല കോംബോ ആയിരുന്നു. ലാസ്റ്റ് വരെ രണ്ടുപേരും അങ്ങനെയൊക്കെ ഉണ്ട്. ലാസ്റ്റ് വരെ നല്ല സസ്പെൻസ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട്. അതെ, ഫാമിലി ഇമോഷൻസ് അങ്ങനെയൊക്കെ.